ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോഴത്തെ മറ്റൊരു രാരട്ടക് ചിത്രം കൂടി റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റ്സ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാള സിനിമാ ലോകത്തെ ഹാസ്യാത്മവും അതേസമയം ചിന്തിപ്പിക്കുന്നതുമായി അവതരിപ്പിച്ച വൻ വിജയം നേടിയ ചിത്രമായിരുന്നു റോഷൻ ആൻഡ്രൂസ് ഡയറക്ട് ചെയ്ത് രാരേട്ടൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ എത്തിയ ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ചിത്രം വലിയ വിജയങ്ങൾ തന്നെ തീർത്തിട്ടുണ്ടെന്നും കാർട്ടൺ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരനായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത്. ഇപ്പോഴത്തെ വർഷങ്ങൾക്കിപ്പുറം ചിത്രം വീണ്ടും റിലീസ് ചെയ്യാൻ പോകുകയാണ്. ഏകദേശം 20 വർഷത്തിലേറെയായി ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ട്. 4K ദൃശ്യം മികവോടെയാണ് ചിത്രം തിയേറ്ററിലോട്ട് തന്നെ പോകുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദീപക് ദേവിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ കരളെ കരളിന്റെ കരള എന്ന ഗാനം ഉൾപ്പെടെ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രം 20 വർഷങ്ങൾക്കിപ്പുറം റിലീസ് ചെയ്യാൻ പോകുമ്പോൾ പ്രേക്ഷകർ ഈ സിനിമ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നതാണ് രാരേട്ടൻ ആരാധകർ പങ്കുവെക്കുന്നത്. എന്തൊക്കെയാണ് ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ റിലീസ് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 4 കോടി ചിത്രം പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു ജൂൺ മാസം അവസാനം അല്ലെങ്കിൽ ജൂലൈ മാസത്തോട് കൂടിയായിരിക്കും ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ലാലേട്ടൻ ചിത്രങ്ങളെല്ലാം തന്നെ റിലീസ് വെച്ച് വൻ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇനിയും ലാലേട്ടൻ്റെ വക നിരവധി ഹിറ്റ് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് റിലീസായിട്ട് എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ലാലേട്ടൻ്റെ ഏത് ചിത്രം റിലീസായിട്ട് കാണാനാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം ഉദയനാട് താരം എന്ന് പറയുന്ന സിനിമയുടെ 4K വെർഷനായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.